അപ്പോൾ നമ്മുടെ ഇവൻ്റ് ഇപ്പം ഏകദേശം 15 പേരുണ്ട്. മുത്തൂറ്റ് നമ്മൾ പട്ടം ഷോറൂമിലാണ് മുത്തൂറ്റ് യമഹയുടെ. അപ്പം 15 നമ്മളിവിടെ നേരെ വെൺപാലവട്ടം പോകണം. അവിടെ നിന്ന് നമ്മുടെ കിള്ളിപ്പാലത്തുള്ള മുത്തൂറ്റ് യമഹയുടെ അവിടെ നിന്ന് ഒരു ടീം വരുന്നുണ്ട്. അവിടെ നമ്മൾ എന്നിട്ട് ഒരുമിച്ചാണ് ലുലുവിലോട്ട് പോകുന്നത്. രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത, നിങ്ങൾ വിചാരിക്കണതിന്റെ അപ്പുറത്തെ കഴിവുകൾ. പിന്നെ നമ്മൾ കിംസത്താറായപ്പം റോഡിലൊക്കെ വെള്ളം കയറി ചിലർ പണി കിട്ടി. എന്തായാലും കുറച്ച് പേര് വന്നു. കുറച്ച് നമ്മുടെ ലേഡി റൈഡേഴ്സ് ഉണ്ട്. അവരും കുറച്ച് 2-3 പേരോടെ തിരിച്ച് വേറെ വഴി നമ്മളവിടെ വെൺപാലോട്ട് എത്തും. നമ്മളെന്തായാലും ഇതിൻ്റെ പുറത്ത് കടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് വെൺപാലോട്ട് എത്തിയേക്കണം. അപ്പം കുറച്ച് നമ്മുടെ കിള്ളിപ്പാലത്തുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ അവിടുത്തെ സ്റ്റാഫ് അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ നമ്മൾ ലുലുവിലോട്ട് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളും അതുപോലെ ഇവൻറ്റ്സൊക്കെ നടത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്ക് നല്ല റൈഡേഴ്സിനൊക്കെ നല്ല ഫ്രണ്ട്സായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഇവൻറ്റ്സ് കൊണ്ടൊക്കെ അങ്ങനത്തെ ഉള്ള ഒരു വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്.
എന്നിട്ട് നമുക്ക് ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ നമുക്കിവിടെ രജിസ്ട്രേഷൻ ഫ്രീ, നമുക്ക് എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. അപ്പം രജിസ്ട്രേഷൻ ചെയ്താൽ നമുക്ക് ഒരു ചെറിയ ബാഗും അതിനകത്ത് കുറച്ച് ഗുഡീസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കോൾ ഓഫ് ദ ബ്ലൂ എന്ന് എഴുതി യമഹയുടെ തന്നെ ഒരു വൈൽഡ് ഡ്രാഫ്റ്റ് നല്ലൊരു ബാഗാണ് അവിടെ തന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്തൊക്കെ ഗുഡീസ് ഉള്ള എന്തൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് യമഹയുടെ കുറച്ച് സ്റ്റിക്കറുണ്ട്, ബ്ലൂ കളറിലുള്ള ബ്ലൂ സ്ട്രീക്സ്, അതുപോലെ കോൾ ഓഫ് ദ ബ്ലൂ വീക്കെൻഡൊക്കെ സ്റ്റിക്കറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മുടെ യമഹയുടെ കീ ചെയിനും ഉണ്ടായിരുന്നു, ഒരു ഹാൻഡ് ബാൻഡും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും നമുക്ക് മോൺസ്റ്ററിൻ്റെ ഒരു എനർജി ഡ്രിങ്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അതൊക്കെ വാങ്ങിച്ച ശേഷം ഇവിടെ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഉള്ളത് എന്തായാലും നമുക്ക് നോക്കാം. It's calling out to me and you. It's the call of the blue. 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 After the briefing, I will give this kind of tag to every one of you. This tag is nothing but it will be a entry for Gymkhana ride. It is a proof that you have the part of the briefing, you have filled your, given your nomination, registration, and then you are eligible to ride. So while entering, you will go from here taking this, go to parking, you will take your vehicle, and while entering, security team will ask for. അപ്പോൾ നമ്മുടെ ജിംഖാന ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ജിംഖാനയുടെ എൻട്രി പാസ് കിട്ടും. അതുകൊണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ. പിന്നെ അതിനുശേഷം നമുക്കിവിടെ പിന്നെ യമഹയുടെ ഒരു സെയിൽസ് കൗണ്ടർ ഉണ്ട്. നമുക്ക് യമഹയുടെ അക്സസറീസും പാർട്സ്, അതുപോലെ ജാക്കറ്റ്, ക്യാപ്പ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉള്ളൊരു സെയിൽസ് കൗണ്ടർ ഉണ്ടായിരുന്നു ഇവിടെ. അതിൽ നമ്മുടെ യമഹയുടെ പഴയ മോഡൽ RX 135 RX ഉണ്ട്. അതിൻ്റെ ഒരു ഒത്തിരി വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മളും തുടങ്ങിയത് RX 135ലാണ്. ഞാൻ യമഹയായിട്ടുള്ള ബന്ധം തുടങ്ങിയത്. ഒത്തിരി ഉണ്ട്, ഒരു 10-20 ബൈക്കുണ്ട് കേട്ടോ. RX 100, RX 135 എല്ലാം നല്ല വെൽ മെയിൻറ്റൈൻഡ് ബൈക്കാണ്. മനസ്സിന് ശക്തി അത്യാവശ്യമായിരുന്നു. വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ വളരെ ബുദ്ധിമുട്ടിക്കണമെന്ന് വെച്ചാൽ ഞാൻ നിർത്തി. എനിക്കറിയാൻ രണ്ടുപേരും താല്പര്യം.
ടീഷർട്ട് ആക്കി തരാൻ പറ്റുമോ? രണ്ടും അടിച്ചില്ലേ അപ്പൊ പിന്നെ നമ്മുടെ പ്രോഗ്രാം വന്നിട്ട് 2 മണിയോട് പറഞ്ഞിരുന്നു. ഞാനെന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങണം, വേറെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി ഇവൻ്റ് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും